നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കില്ല. എന്നെ വെറുതെ വിടണം. ആ കാശുമായിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അപ്പൊ നിനക്ക് കാശ് വേണല്ലോടാ. എന്നിട്ടാണോടാ ദേക്കെതിരെ നീ പോലീസിന് മൊഴി കൊടുത്തത്? പറടാ. വേണ്ട, ഞാൻ ചത്തു. പ്ലീസ് വേണ്ട, ഞാൻ ചത്തു പോവും. പ്ലീസ്. CI സാർ കുത്തി കുത്തി ചോദിച്ചപ്പോ വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ദയയുടെ പേര് പറഞ്ഞു പോയതാ. അത് ഞാൻ മാറ്റി പറഞ്ഞോളാം. ദയയുടെ പേര് മാറ്റി നീ ആരുടെ പേര് പറയടാ? പറടാ, ആരുടെ പേര് പറയും? ആരുടെയും പേര് പറയില്ല. എന്നെ കുത്തിയത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞോളാം. ദയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. എനിക്ക് അവളെ അറിയില്ല. ഇത് നീ ഇപ്പൊ പറയും. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ നീ ആ CIനെ വിളിച്ചിട്ട് പറയാൻ പോകുന്നതേ ഞങ്ങൾ നിന്നെ ഭീഷണിപ്പെടുത്തി നടടാ. ഇല്ല, നിക്ക്. ഞാൻ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്ത നിങ്ങളുടെ പരാതിയിൽ ഞാനും അകത്താവുമെന്ന് എനിക്കറിയാം. എനിക്ക് കേസൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ഇതിന്ന് ഊരിപ്പോയാൽ മതി. ശരി, ഇന്ന് വീണ്ടും വന്ന് CI സാറ് നിന്റെ വിശദമായ മൊഴിയെടുക്കും. നാളെ ഹൈക്കോർട്ടിൽ ദയയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇന്ന് നീ കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി വിധി പറയുന്നത്. ദയക്ക് നാളെ ജാമ്യം കിട്ടിയ നിനക്കും ഈ കേസിൽ ഊരിപ്പോവാം. അതല്ല, പോലീസ് നാളെ കോടതി കൊടുക്കുന്ന നിന്റെ മൊഴി ദയക്കെതിരെ ആവുകയാണെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോരും. കേട്ടാ, ഞങ്ങള് രണ്ടുപേരും ഒരിക്കൽ കൂടി നിന്നെ കാണാൻ പറ്റും. നിന്റെ ഈ തുന്നിക്കെട്ടിയ വയറുണ്ടല്ലോ, ഒറ്റ ഞെക്കിനും ബലൂൺ പൊട്ടിക്കുന്ന പോലെ ഞാൻ പൊട്ടിച്ചളയും. കേട്ടാ, നിന്നെ പോലെ ജയിലിൽ പോവാനേ ഭയന്നുകൊണ്ടായിരിക്കില്ല ഞങ്ങളത് ചെയ്യുന്നത്. ജയിലിൽ പോവാൻ തയ്യാറായിക്കൊണ്ടായിരിക്കും. അപ്പൊ ശരി, നാളെ ഹൈക്കോടതി ദയയുടെ ജാമ്യ ഹർജി പരിഗണിച്ചതിന് ശേഷം കാണാം. ജീവിക്കണോ അതോ മരിക്കണോന്ന് നീ ശരിക്കൊന്ന് ആലോചിക്കും. മാറിക്കട. ആന്റി, എനിക്കെന്തോ ക്ഷീണം പോലെ. മോനെ കൊണ്ട് ആന്റി ലാബിലേക്ക് പോവോ? ഞാൻ പൊക്കോളാം മോളെ. ഒരു 10 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. നീ ഇവിടെ ഇരുന്ന് വിശ്രമിക്ക്. ഞങ്ങൾ പോയിട്ട് വേഗം വരാം. ഇതൊക്കെ ഇങ്ങ് തന്നേക്ക്. ആന്റി പോയിട്ടോ. ശരി മോളെ. ആ ശബരി, അവനെന്തായാലും നല്ലോണം പേടിച്ചിട്ടുണ്ട്. നമുക്ക് അനുകൂലമായ രീതിയിൽ തന്നെ അവൻ മുടി കൊടുക്കുന്നു. അയ്യോ ചിരു, ചിരു എന്തു പറ്റി? നീ എന്താ ഇവിടെ? ഞാൻ ചെക്കപ്പിന് വന്നതാ. തനിച്ചോ? അല്ല, രഘുവേട്ടനും അമ്പിളി ചേച്ചി കൂടെ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് അവരെവിടെ? അവർക്ക് വരാൻ പറ്റിയൊന്നുമില്ല. സരോജിനി ആന്റി കൂടെയുണ്ട്. അവര് മെഡിസിൻ വാങ്ങിക്കാൻ പോയിരിക്കാണോ? അല്ല ശബരി, ഞങ്ങള് ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോ ബിച്ചുമോന്റെ അമ്മയുടെ അനിയത്തെ ഇത്. ഞാൻ പോയിട്ട് വേഗം മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് തിരിച്ചു വരാം. പോയിട്ട് വരാം. പിന്നെ ആ സ്ത്രീ തിരിച്ചു വന്നില്ലേ? ഇല്ല, അവര് വരില്ലെന്നറിയാം. ഞാൻ മോന്റെ 1-2 ടെസ്റ്റുകൾ എടുക്കാൻ വേണ്ടി ആന്റിയെ ലാബിലേക്ക് അയച്ചിരിക്കുക. ശബരി, നീ ഇവിടെ ഞാൻ പോരാ. നിങ്ങൾ ഇവിടെ എന്തിനു വന്നതാ? ആ നിതിൻ ഇവിടെ കിടക്കുന്ന അവനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് കണ്ടോ? അവൻ ദയക്കെതിരെ മൊഴി കൊടുക്കില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വിനയന ഇങ്ങനൊരു ബുദ്ധി പറഞ്ഞു.
നിതിൻ വാക്ക് പാലിച്ച ദയക്ക് ഉറപ്പായിട്ടും ജാമ്യം കിട്ടും. ചിരു ദാ ഇത് കുടിക്കും. ഞാൻ വെള്ളത്തിന് പറഞ്ഞില്ലല്ലോ. നീ എന്തിനാ പറയുന്നത്? നീ ക്ഷീണിച്ചിരിക്കുവാണെന്ന് കണ്ടാ അറിയാലോ. ഇതാ ഇത് കുടിക്കും. കുടിക്ക് ചേരും. കുടിക്കും. കുറച്ചുകൂടി കുടിക്കേ. ആ അഡ്വക്കേറ്റാ വിളിക്കുന്നത്. നമ്മള് നിതിനെ കണ്ട കാര്യം പറയാലോ അല്ലേ? പിന്നെ അവന്റെ മൊഴി നമുക്ക് അനുകൂലമായിരിക്കുമെന്നും പറയണം. ശരി. ഹലോ സാർ. രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും വരാൻ പറ്റിയില്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാറുന്നല്ലോ. ഞാൻ കൂടെ വരുമായിരുന്നല്ലോ. ഇതാ. അല്ല, ഞാൻ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ അമ്മയും അങ്കിളിനെ അയക്കാൻ വരുന്നല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ അമ്മ നിന്നോട് പറഞ്ഞതുമല്ലേ? അമ്പിളി ചേച്ചിക്കും രഘുവേട്ടനും ഇങ്ങനെ ഒരു അത്യാവശ്യം വരുമെന്ന് കരുതിയില്ല. നീ സൂക്ഷിക്കണം ചെയ്തു. ഇങ്ങനെ പെട്ടെന്ന് ക്ഷീണമൊക്കെ വന്നാൽ ആരെങ്കിലും ഒപ്പമില്ലാതെ എങ്ങനെ? ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മെഡിസിൻ ഉണ്ട്. 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പഞ്ചരത്നത്തിലേക്ക് തിരിച്ചുപോയി വീണ്ടും ഇങ്ങോട്ട് വരുന്നതൊക്കെ റിസ്ക്കാ. മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഡെലിവറി കഴിയുന്നതുവരെ നിങ്ങൾ എല്ലാവരും ഇനി ഇവിടെ നിന്നാ മതി. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വീട്ടിൽ വന്നതുകൊണ്ടാണോ ഇത്ര അധികാരത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയ്യോ, ഞാൻ അധികാരം എടുത്തതൊന്നും അല്ല. അങ്ങനെ തോന്നിയെങ്കിൽ സോറി. സീരുവിന് എന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ദാസങ്ങളുടെ വീട്ടിൽ നിൽക്കാലോ. മക്കളെ അമ്മയെ ഏൽപ്പിച്ചാൽ മതി. അവർക്കൊരു കുറവും വരുത്താതെ എന്റെ അമ്മ നല്ലോണം നോക്കുമെന്ന് ചീരുവിന് വിശ്വാസമില്ലേ? അപ്പോ എനിക്ക് എന്റെ മക്കളെ കാണണ്ടേ? കാണണമെന്നും തോന്നുമ്പോ ഞാനും അമ്മയും കൂടി കൊണ്ടുവന്ന് കാണിക്കാം. അത് പോരെ ചിരു? പോരാ. എന്റെ മക്കളെ ഞാൻ വേറൊരാളുടെ ഔദാര്യത്തില് കാണേണ്ട കാര്യം എന്താ? അവരെപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണോ ചീരുവിന്റെ തീരുമാനം? എങ്കിൽ പിന്നെ ഡെലിവറി അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയാൽ മതി. ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നൊക്കെ റിസ്ക് അല്ലേ? ഇതുവരെ ഇല്ലാത്ത റിസ്ക് ഒന്നും ഇനിയില്ല. ഇന്നലെ വരെ ബൈക്കിന്റെ പുറകിലിരുന്ന് എവിടെയൊക്കെ പോയി. അപ്പോ ഒരു റിസ്ക് ആർക്കും തോന്നിയില്ലല്ലോ.